ബിരിയാണി കണ്ടു പേടിച്ചവർ തിയേറ്ററിൽ കയറുമോ? വീണ്ടും ഞെട്ടിപ്പിക്കാൻ സജിൻ സാബു. പോലീസുകാർ അടിവയറ്റിൽ ചവിട്ടി അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്നൊരുക്കുന്ന നായികയെ കണ്ട് പ്രേക്ഷകർ ശരിക്കും ഞെട്ടി. സജിൻ സാബു സംവിധാനം ചെയ്ത ബിരിയാണി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ബുദ്ധിജീവികൾക്കുൾപ്പെടെയുള്ളവർക്ക് പേടിയാണ്. ഇത്തരമൊരു സിനിമ മലയാളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. പല തിയേറ്ററുകളും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങളാണ് ബിരിയാണി സ്വന്തമാക്കിയത്. മലയാളത്തിന്റെ അഭിമാനമായ അഭിനേത്രി കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള മോസ്കോ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്, സംസ്ഥാന പുരസ്കാരം, ഫിലിംഫെയർ അവാർഡ് തുടങ്ങിയ ബഹുമതികൾ ബിരിയാണി നേടിക്കൊടുത്തു. ലോകത്തെമ്പാടുമായി 180ലധികം ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം സംവിധാനത്തിന് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ 45ലേറെ പുരസ്കാരങ്ങളാണ് നേടിയത്. കനി കുസൃതിയുടെ പെർഫോമൻസ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. കനിയുടെ നഗ്നശരീരവും കിടപ്പറ രംഗങ്ങളുമായിരുന്നു പ്രബുദ്ധ മലയാളികൾ ആഘോഷിച്ചതെന്ന് മറ്റൊരു യാഥാർത്ഥ്യം. കാനിൽ കനി കുസൃതി കയ്യിലേന്തിയ വാട്ടർമെലൺ ബാഗിന്റെ പൊളിറ്റിക്സ് ആഘോഷിക്കുന്നവർക്ക് പോലും ബിരിയാണിയിലെ പൊളിറ്റിക്സ് കണ്ടില്ലെന്ന് നടിച്ചതിനെക്കുറിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ജിയോ ബേബിയുടെ അടുക്കള സിംഗിൽ ആർത്തിരമ്പിയ എഴുത്തീച്ചകളൊന്നും ബിരിയാണി ചെമ്പിൽ എത്തിനോക്കിയില്ല. കാരണം ഈ സിനിമയിലെ നായികയുടെ പേര് ഖദീജ എന്നാണ്. അവളുടെ ഭർത്താവ് അടിയുറച്ച ഇസ്ലാം മത വിശ്വാസിയാണ്. സിനിമയിലെ ഖദീജയുടെ സഹോദരൻ ISIS-ൽ ആകൃഷ്ടനായി സിറിയയിൽ പോയി മരണപ്പെട്ട സൈനുവാണ്. കഥ നടക്കുന്നത് ഒരു നോമ്പുകാലത്താണ്. നായിക അടിവയറിൽ ചവിട്ടി പോലീസുകാർ അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നുണ്ട്. ബിരിയാണി കാണിച്ചു തരുന്ന കാഴ്ചകൾ അസുഖകരമാണ്, അങ്ങേയറ്റം പ്രകോപനപരമാണ്, ഒപ്പം ആഴത്തിൽ മുറിപ്പെടുത്തുന്നതുമാണ്. ഒരു ഘട്ടത്തിൽ അത് വന്യവും ക്രൂരവുമായി മാറുന്നുമുണ്ട്. ബിരിയാണിയുടെ ചേരുവകളിൽ എല്ലാമുണ്ട്. സ്ത്രീയുണ്ട്, സ്ത്രീ വിരുദ്ധതകളുണ്ട്, മതമുണ്ട്, അധികാരമുണ്ട്, സമൂഹമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ വർത്തമാനത്തിന്റെ തിളക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ബിരിയാണിയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ബിരിയാണിക്ക് ശേഷം റിമ കല്ലിങ്കലിനെയാണ് സജിൻ സാബു പുതിയ ചിത്രത്തിലെ നായികയാക്കിയത്. തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സിനിമയുടെ ചിത്രീകരണം വർക്കലയിലും പരിസരങ്ങളിലുമായി പൂർത്തിയായി. ഇന്നത്തെ ലോകത്ത് മനുഷ്യർ സ്വന്തം വിശ്വാസങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് യാഥാർത്ഥ്യങ്ങളെ സ്വയം വ്യാഖ്യാനിക്കുന്നതാണ് കഥയുടെ പ്രമേയമെന്ന് സജിൻ സാബു പറയുന്നു. വൈറൽ യുഗത്തിന്റെ കഥയാണിത്. തിയേറ്ററുകളിലൂടെ തിയേറ്റർ സിനിമ ജനങ്ങളിൽ എത്തണമെന്നാണ് ആഗ്രഹം. നല്ല മലയാളം സിനിമകൾ ലോകോത്തര ഫെസ്റ്റിവൽ വേദികളിൽ മാത്രമേ കാണാനാകൂ എന്ന സ്ഥിതി മാറണം എന്ന് നിർമ്മാതാവ് അഞ്ജന ഫിലിപ്പും പറയുന്നു. സജിൻ സാബു തന്നെയാണ് സിനിമയുടെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. ഏതായാലും സജിൻ സാബുവിന്റെ ബിരിയാണി കഴിക്കാൻ പേടിച്ചവർ ഈ പുതിയ തിയേറ്ററിൽ കയറുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.